പ്രിയപ്പെട്ടവരെ, നമ്മൾ ജപമാലയുടെ ചരിത്രത്തിലൂടെ കടന്നു പോവുകയാണ്. വിശുദ്ധ ഡൊമിനിക്കിന്റെ ജീവചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ജപമാലയെ കുറിച്ചുള്ള ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. വിശുദ്ധ ഡൊമിനിക്ക് ജപമാലയോടുള്ള ഭക്തി പ്രചരിപ്പിച്ചപ്പോൾ, പ്രഘോഷിപ്പിച്ചപ്പോൾ കേട്ടുനിന്ന മനുഷ്യരിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു. വലിയ വലിയ പാപികളായിരുന്ന മനുഷ്യരെ അനുദപിക്കാനായിട്ട് തുടങ്ങി. അവര് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങി, പ്രായശ്ചിത്തം ചെയ്യാൻ തുടങ്ങി. ചെറിയ കുട്ടികൾ പോലും ഈ വലിയ വാവില് കരയുവാനും അങ്ങനെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ വളരുവാനായിട്ടും തുടങ്ങി. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ വിശുദ്ധ ഡൊമിനിക്കിന്റെ പ്രഘോഷണങ്ങൾ സംഭവിച്ചു. വിശുദ്ധ ഡൊമിനിക്ക് റോമിലുള്ള കർക്കസണോൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ജപമാലയെ കുറിച്ച് ഇങ്ങനെ പ്രഘോഷിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ അവിടെ ഒരു അൽബജനീൻസ്യൻ പാഷണ്ഡതയിൽപ്പെട്ട, അതായത് ദിവ്യകാരുണ്യത്തിൽ ഈശോ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ അവിടെ കടന്നു വന്നു. ആ മനുഷ്യന്റെ ഉള്ളിൽ 1500ഓളം പിശാചുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ഈ ഡൊമിനിക്കിന്റെ ചരിത്രം പറയുക. ഈ മനുഷ്യൻ അലറി വിളിക്കുവാനായിട്ട് തുടങ്ങി. പിശാച്, മനുഷ്യന്റെ ഉള്ളിലുള്ള പിശാച് അലറി വിളിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് ഈ വിശുദ്ധ ഡൊമിനിക്ക് തന്റെ കരങ്ങളിലുണ്ടായിരുന്ന അവിശുദ്ധമായ ജപമാലയെടുത്ത് ഈ മനുഷ്യന്റെ കഴുത്തിലിട്ടു. ഈ മനുഷ്യൻ അവിടെ കിടന്നിങ്ങനെ പുളയുവാനായിട്ട് തുടങ്ങി. വിശുദ്ധ ഡൊമിനിക്ക് ഈ പിശാച് ബാധിതനായ മനുഷ്യനോട് ഒരു കാര്യം കൽപ്പനാപൂർവം ആവശ്യപ്പെടുന്നുണ്ട്. അതായത് സകല വിശുദ്ധരിലും വെച്ച് അവർ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ആരെയാണ്? സകല വിശുദ്ധരിലും വെച്ച് അവർ ഏറ്റവും അധികം ഭയപ്പെടുന്നത് ആരെയാണ്? അതോടൊപ്പം തന്നെ രണ്ടാമത്തെ ഒരു ആവശ്യം ഇതായിരുന്നു, മനുഷ്യരാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യേണ്ടത് ആരാണെന്നും തന്നോട് ഇപ്പോൾ ഉച്ചത്തിൽ പറയണമെന്ന് ഡൊമിനിക്ക് ഈ പിശാച് ബാധിതനോട് പറഞ്ഞു. ഈ പിശാച് ബാധിതനായ മനുഷ്യന് അതിൻ്റെ ഉള്ളിലുള്ള പിശാച് ആ നിമിഷം പല അടവുകളും എടുക്കുന്നുണ്ട്. കാരണം ഈ വാക്ക് പറയാതിരിക്കുവാനായിട്ട് പല അടവുകൾ എടുക്കുന്നുണ്ട്. ഉച്ചത്തിലും നിലവിളിക്കുന്നുണ്ട്. കൊച്ചുകുട്ടികൾ നിലവിളിക്കുന്നത് പോലെ മറ്റുള്ളവരിലൊക്കെ സഹതാപം ജനിപ്പിക്കുന്ന തരത്തിൽ ഈ പിശാച് ബാധിതനായ മനുഷ്യൻ നിലവിളിക്കുന്നുണ്ട്. ആ സമയത്തും ഈ പിശാച് ബാധിതനോട് ഈ വിശുദ്ധ ഡൊമിനിക്ക് ശക്തമായിട്ട് പറയുന്നുണ്ട്, നീ പറയണം, ഈ ആരാണ് സ്വർഗത്തെ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത്, പിശാച് ഭയപ്പെടുന്ന വ്യക്തി. പ്രിയപ്പെട്ടവരിങ്ങനെ നിലവിളിക്കുമ്പോൾ സമൂഹത്തിലുള്ള മറ്റുള്ളവരൊക്കെ സഹതാപത്തോടുകൂടെ ഈ പിശാച് ബാധനെ കാണുമ്പോൾ അപ്പോൾ ആ നിമിഷം പിശാച് പുതിയൊരടവെടുക്കുകയാണ്. ഡൊമിനിക്കിന്റെ അടുത്ത് വന്നിട്ട് പറയും, ശബ്ദം കുറച്ച് പറയും, ഞാൻ വേണമെങ്കിൽ നിന്റെ ചെവിട്ടില് ആരും കേൾക്കാതെ നീ മാത്രം കേൾക്കുന്ന തരത്തില് ഞാൻ ആരാണ് ഈ വിശുദ്ധരിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ളതെന്ന് ഞാൻ പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, ഡൊമിനിക്ക് പറയുന്ന, എനിക്ക് ഒറ്റക്കല്ല കേൾക്കണം, ഈ സമൂഹം മുഴുവനും അറിയപ്പെടണമെന്ന് പറഞ്ഞ് മുട്ടുകുത്തി പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിക്കും. സർവശക്തയും അത്യന്തം വിസ്മരണീയമായ കന്യാമറിയമേ, ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, പരിശുദ്ധ ജപമാലയുടെ ശക്തിയാൽ മനുഷ്യവംശത്തിന്റെ ജന്മശത്രുക്കളോട് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കൽപ്പിക്കണമേ. ഈ ഒരു പ്രാർത്ഥന ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ പിശാച് ബാധിതന്റെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും കണ്ണിൽ നിന്നുമൊക്കെ ഈ അഗ്നി ഇങ്ങനെ പുറപ്പെടുകയാണ് അലറിക്കൊണ്ട്. ആ നിമിഷം ആ സമൂഹം മുഴുവനും ഭയചിത്തയാകുന്നുണ്ട്. പിശാച് അപ്പോഴും പറയുന്നുണ്ട്, നീ എല്ലാവരോടും അലിവ് കാണിക്കുന്നതല്ലേ, ഞാനിപ്പോഴും ഒരുപാട് ദുഃഖിക്കുന്നതാണ്, നീ എന്നോട് ഈ കാര്യം മാത്രം ചോദിക്കരുത്. അപ്പോഴും ശക്തമായിട്ട് പരിശുദ്ധ അമ്മയോട് ജപമാല ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കും. അമ്മേ, ഈ നിമിഷം നീ ഇറങ്ങി വന്ന് ഈ പിശാച് ബാധിതനോട് പറയുവാനായിട്ട് നീ കൽപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, ആ നിമിഷം പരിശുദ്ധ അമ്മ മാലാഖമാരോട് കൂടെ സ്വർഗത്തിൽ നിന്ന് ഈ പിശാച് ബാധിന്റെ അടുത്തേക്ക് ഇറങ്ങി വരിക, കയ്യിൽ ഒരു ദണ്ഡും പിടിച്ച്. ഇത് വിശുദ്ധ ഡൊമിനിക്കിന് മാത്രമാണ് കാണുവാനായിട്ട് പറ്റുന്നത്. ഈ ഡൊമിനിക്കിന്റെ മുമ്പിൽ വെച്ച് ഈ പിശാച് ബാധിതരുള്ള പിശാചിനോട് പരിശുദ്ധ അമ്മ പറയും, എൻ്റെ ദാസനായ ഡൊമിനിക്കിന് ഉടൻ മറുപടി നൽകുക.
ആ നിമിഷം പിശാച് പിന്നീട് ഉച്ചത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എങ്കിൽ ക്രിസ്ത്യാനികളെ ശ്രദ്ധിച്ചു കൊള്ളുക, യേശു ക്രിസ്തുവിന്റെ മാതാവ് സർവശക്തയാണ്. അവൾക്ക് തന്റെ ദാസരെ നരകത്തിൽ പതിക്കുന്നതിൽ നിന്ന് പോലും രക്ഷിക്കുവാനായിട്ട് സാധിക്കും. ഒരുപാട് മനുഷ്യരെ നരകത്തിന്റെ വാതിൽ പടിയിൽ നിന്ന് പോലും അവൾ വിളിച്ചു കൊണ്ടുപോയി രക്ഷിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ തന്ത്രങ്ങളും നിഗൂഢതകളും അന്ധകാരം നശിപ്പിക്കുന്ന ഈ ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനം നശിപ്പിക്കുന്ന നിത്യസൂര്യനെയാണ് ഈ പരിശുദ്ധ മറിയം. അവളാണ് ഞങ്ങൾ മറയ്ക്കപ്പെട്ട ഗൂഢാലോചനകളെ അനാവൃതമാക്കുന്നത്, ഞങ്ങളെ കെണികളെ തകർക്കുന്നത്, ഞങ്ങളെ പ്രലോഭനങ്ങളെ ഉപയോഗശൂന്യവും നിഷ്ഫലവുമാക്കുന്നത്. എന്നിട്ടും വീണ്ടും ഈ പിശാചുബാധൻ വിളിച്ചു പറയുന്നുണ്ട്, സ്വർഗത്തിലെ സകല വിശുദ്ധരെക്കാളും കൂടുതൽ ഞങ്ങൾ അവളെ ഭയപ്പെടുന്നു. അവളുടെ വിശ്വസ്തര ദാസരുടെ പക്കം ഞങ്ങൾക്കൊരു വിജയവുമില്ല. മരണസമയത്ത് അവൾ വിളിച്ചപേക്ഷിക്കുന്ന ഒട്ടേറെ ക്രിസ്ത്യാനികൾ ഞങ്ങളുടെ സാധാരണ നിലവാരം അനുസരിച്ച് യഥാർത്ഥത്തിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടേണ്ടവരാണെങ്കിൽ പോലും അവളുടെ മധ്യസ്ഥതയാ രക്ഷിക്കപ്പെടുന്നു. വീണ്ടും പറയുന്നുണ്ട്, അവളുടെ ശക്തിക്കെതിരായിട്ട് ഞങ്ങൾക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കില്ല. എന്നിട്ട് പറയും, ജപമാല ചൊല്ലുന്നൊരു സ്ഥിരതയോടെ നിലനിൽക്കുന്നവരാരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. കാരണം അവൾ തന്റെ ദാസർക്ക് പാപങ്ങളെ പ്രതിയുള്ള യഥാർത്ഥ മനസ്താപത്തിന്റെ വരപ്രസാദം നേടിക്കൊടുക്കും. ഇതിലൂടെ അവർ ദൈവത്തിന്റെ പാപപൂർത്തിയും കരുണയും നേടും. അതേ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ മാതാവിന്റെ വലിയ ശക്തിയെക്കുറിച്ച് ഇങ്ങനെ പിശാച് പോലും ഏറ്റുപറയേണ്ട ഒരവസ്ഥയുണ്ടായി. അതിനുശേഷം ഈ വിശുദ്ധ ഡൊമിനിക് അവിടെ കൂടിയിരുന്ന ജനത്തോട് വിളിച്ചു പറയും, നിങ്ങളെല്ലാവരും കരങ്ങൾ ഉയർത്തി ജപമാല ഉയർത്തിപ്പിടിച്ച ഉച്ചത്തില് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുവാനായിട്ട്. പ്രിയപ്പെട്ട ആ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഈ മനുഷ്യരിൽ നിന്ന് 1500 പിശാചുക്കൾ ഇങ്ങനെ പുറത്തേക്ക് കടന്നുപോയി. മനുഷ്യൻ വളരെ ശാന്തനാകുകയാണ്. പിന്നീട് ജപമാല ഭക്തനായിട്ട് തീരുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന അത്രയ്ക്കും ശക്തിയുണ്ട്. പിശാച് പോലും ഈ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. ഒരിക്കൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. പലപ്പോഴും പിശാച് ബാധിതയുള്ള ചില മനുഷ്യരെയെങ്കിലുമൊക്കെ ഇടയ്ക്കെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവരും. അപ്പൊ ഈ ഡെലിവറൻസ് പ്രയർ ചെല്ലുമ്പോൾ, ആ പ്രാർത്ഥന വലിയൊരു പ്രാർത്ഥന ചെല്ലുമ്പോഴും ചില മനുഷ്യരോട് ഞാൻ വിശ്വാസ പ്രമാണം ഇങ്ങനെ കൂടെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ പറയും. ചില മനുഷ്യർക്ക് വിശ്വാസ പ്രമാണം കൃത്യമായിട്ട് ചെല്ലാൻ സാധിക്കാതെ വരുമ്പോൾ അവരോട് പറയുകയും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവർ, അപ്പോഴൊക്കെ കണ്ടിട്ടുള്ള വലിയൊരു സത്യം കൂടിയാ ഇത്. കാരണം ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഈ പിശാച് കൂടുതൽ ഉള്ളിലുള്ള മനുഷ്യര് ഭയന്ന് വിറയ്ക്കുന്നുണ്ട്. ഈ പ്രാർത്ഥന നിർത്തുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്, ചെവി പൊത്താറുണ്ട്. അത്രമാത്രം ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ് ഈ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതം വലിയൊരു യുദ്ധവുമാണ്, വലിയൊരു പോരാട്ടമാണ്, പ്രലോഭനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം. ആ പോരാട്ടം തീർച്ചയായിട്ടും ഈ ലോകത്തിന്റെ മാംസരക്തങ്ങൾക്ക് എതിരായിട്ടല്ല. അതായത് ലോകത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തികളുടെ അധികാരങ്ങൾക്കെതിരായിട്ടുള്ള യുദ്ധത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എഫെസ്യോസിലെ വചനം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മൾ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ യുദ്ധത്തെ ജയിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് തരത്തിലുള്ള ആയുധങ്ങൾ ധരിക്കണം. എന്നാൽ വിശുദ്ധരായ പല വ്യക്തികളും നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും ശക്തമായ ആയുധം പിശാചിനെ തറ പറ്റിക്കാനും അവനോട് പൊരുതാനുമുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം അത് ഈശോ തന്നെ നമ്മെ പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ രക്ഷാകര ദൗത്യത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് ആ രക്ഷാകര ദൗത്യം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിന്റെ ആ ആദ്യത്തെ വചനമായ പരിശുദ്ധ മാതാവിനോടുള്ള ആ കീർത്തനവും ചേർത്ത് വയ്ക്കുമ്പോൾ അതിനേക്കാളും വലിയൊരു ശക്തിയുള്ള ഒരു പ്രാർത്ഥനയുമില്ല. ആ പ്രാർത്ഥന ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം നമ്മളൊക്കെ ഈ ലോകത്തെ പിശാചിനെതിരായിട്ട് പ്രലോഭനങ്ങൾക്കെതിരായിട്ട് പടവെട്ടേണ്ടത്.
പ്രിയപ്പെട്ടവര്, വിശുദ്ധ ലൂയിസ് മൗണ്ട്ഫോർട്ടിന്റെ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. വിശുദ്ധ ഡൊമിനിക്കിന്റെ സന്യാസ സഭയിൽപ്പെട്ട ഫാദർ ജീൻ അമ്മത്ത് ഒരു പ്രഭാഷണ പരമ്പര നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ നിമിഷം അവിടേക്ക് ഒരു പിശാച് ബാധ്യതയുള്ള ഒരു പെൺകുട്ടിയെ മറ്റുള്ളവർ കൊണ്ടുവന്നു. ഈ ഫാദർ ജീൻ അമ്മത്തിന് അറിയാവുന്ന എല്ലാ ഡെലിവറൻസ് പ്രയറുകളും പ്രാർത്ഥനകളും ഉരുവിട്ടിട്ടും ഈ പിശാച് അവളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. ആ സമയത്ത് ജീൻ അമ്മത്ത് തൻ്റെ കരങ്ങളിലുണ്ടായിരുന്ന ഒരു ജപമാല എടുത്ത് ഈ പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് ഇട്ടുകൊടുത്തു. ആ സമയത്ത് അതുവരെ അലറി വിളിച്ച് പൊട്ടിച്ചിരിച്ചു കൊണ്ടിരുന്ന ഈ പിശാച് ബാധ്യതയുള്ള പെൺകുട്ടി വാവിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇതെടുത്തു മാറ്റൂ, ഈ മണികൾ എന്നെ പീഡിപ്പിക്കുന്നു, എനിക്കിതെൻ്റെ ദേഹം ഇതാ ചുട്ടുപൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലറി വിളിക്കുവാനായിട്ട് തുടങ്ങി. ഈ കരച്ചിൽ കണ്ടപ്പോൾ ഈ അച്ഛന് ഈ പെൺകുട്ടിയോട് ദയ തോന്നിയിട്ട് ഈ ജപമാലയെടുത്ത് ഈ കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റി. ഈ പെൺകുട്ടി നോർമലായതുപോലെയായി ഈ പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി ഈ വൈദികൻ ഫാദർ ജീൻ അമ്മത്ത് കിടന്നുറങ്ങുമ്പോൾ ഈ പെൺകുട്ടിയിൽ ആവേശിച്ചിരുന്ന ഈ പിശാച് ഈ വൈദികനെ നശിപ്പിക്കുവാനായിട്ട് ഉറങ്ങുന്ന സമയത്ത് ഈ വൈദികന്റെ അടുത്തേക്ക് വന്നു. ഈ പിശാച് അലറി വിളിച്ചുകൊണ്ട് ഈ വൈദികനെ നശിപ്പിക്കാനായിട്ട് കടന്നു വരുമ്പോൾ തൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ച ജപമാല മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ ജപമാല മുറുകെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ഈ പിശാചിന് ഈ വൈദികന്റെ അടുത്തേക്ക് കടന്നു വരാനായിട്ട് സാധിച്ചില്ല. വൈദിക ഉച്ചത്തിലെ പരിശുദ്ധ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പരിശുദ്ധ മറിയമേ, പരിശുദ്ധ ജപമാല രാജ്ഞി, എൻ്റെ സഹായത്തിന് വരണമേ. ഇങ്ങനെ ഉച്ചത്തിൽ ഈ വൈദികം പ്രാർത്ഥിച്ചപ്പോൾ പിശാച് പേടിച്ച് വരണ്ട് ഓടിപ്പോവുകയാണ്. പിറ്റേ ദിവസം ദേവാലയത്തിൽ ബലിയർപ്പിക്കുവാനായിട്ട് ഈ വൈദികൻ വന്നപ്പോൾ ഈ പിശാച് ബാധ കൂടിയ ഈ പെൺകുട്ടിയും അവിടെ വന്നു. ഈ വൈദികന് മനസ്സിലായ പെൺകുട്ടിയിൽ നിന്ന് പിശാച് പുറത്തേക്ക് പോയിട്ടില്ല. ഈ വൈദികനെ കണ്ടപ്പോൾ ഈ പെൺകുട്ടി ഒന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഈ വൈദികനോട് പറഞ്ഞു, ഇന്നലെ നീ നിന്റെ കയ്യിൽ ജപമാല ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമായിരുന്നു. ആ ജപമാലയാണ് നിന്നെ രക്ഷിച്ചത്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ജീൻ അമ്മത്ത് എന്ന് പറയുന്ന ഈ വൈദികൻ ആ ജപമാല എടുത്ത് ഈ പെൺകുട്ടിയുടെ കഴുത്തിലേക്ക് ഇട്ടു. അവൾ അലറി വിളിച്ച് നിലത്തുകണ്ണ് ഉരുണ്ടതിന് ശേഷം പിശാച് പൂർണ്ണമായിട്ടും അവളെ വിട്ടുപോയി. അവള് സ്വബോധമുള്ള ഒരു മകളായിട്ട് മാറി. പ്രിയപ്പെട്ടവര്, ഈ ജപമാലയ്ക്ക് ഇത്രമാത്രം ശക്തിയുണ്ട്. വിശുദ്ധ ഡൊമിനിക്കിനോട് ഈ പിശാച് കൂടിയ ഒരു മനുഷ്യൻ ഏറ്റുപറഞ്ഞ കാര്യം ഇതാണ്: ഈ ജപമാല ഭക്തി ഭൂമിയിലില്ലായിരുന്നുവെങ്കിൽ സഭയിലെ പല സന്യാസ ആശ്രമങ്ങളും ഇന്ന് ഇല്ലാതാകുമായിരുന്നു. എൻ്റെ ഈ ആയുധങ്ങൾക്കെതിരായിട്ട് ഞാൻ കടന്നു വരുമ്പോൾ ഈ ആയുധമായിട്ട് മാരകമായിട്ടുള്ള തന്ത്രങ്ങളുമായിട്ട് പൈശാചിക അവസ്ഥ ഞാൻ കടന്നു വരുമ്പോൾ എന്നെ ചേർത്ത് നിർത്തുന്നത്, എന്നെ ഇല്ലാതാക്കുവാനായിട്ട് എൻ്റെ മുൻപിൽ നിൽക്കുന്നത് പരിശുദ്ധ മറിയമാണ്. ആ ജപമാലയോടുള്ള ഭക്തിയാണ്. പ്രിയപ്പെട്ടവരെ, ആ ജപമാല മാതാവിൻ്റെ ശക്തി അത്രമാത്രമുണ്ട്. ആ മാതാവിനെ നമുക്ക് ചേർത്ത് നിർത്താം, നമ്മുടെ ജീവിതത്തെ ചേർത്ത് നിർത്താം. വലിയ കൃപ നമുക്ക് ലഭിക്കും. ഈ ജപമാല ഭക്തി നമുക്ക് നമ്മുടെ ജീവിതത്തോട്, കുടുംബത്തോട്, നമ്മുടെ എല്ലാ മേഖലകളിലും ചേർത്ത് നിർത്താം. ഈ ജപമാല ശക്തി ഉണ്ടെങ്കിൽ ഒരു പിശാചിന് നമ്മളിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് വിശുദ്ധനായ ജോൺ ബോ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വെച്ചത്, ഈ പിശാചിനെ ബന്ധിക്കാനുള്ള ചങ്ങലയാണ് ജപമാല. വാഴ്ത്തപ്പെട്ട 9-ാം പിയൂസ് മാർപ്പാപ്പ ഇങ്ങനെയാണ് വിളിച്ചു പറയുക: ലോകത്തോട് വിളിച്ചു, ലോകത്തെ ഇപ്പം തിന്മ പെരുകിയപ്പോൾ, പൈശാചിക അവസ്ഥ പെരുകിയപ്പോൾ വിളിച്ചു പറയുക, 100 ജപമാല ഭക്തിയോടുകൂടി അർപ്പിക്കുന്ന 100 മനുഷ്യരെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടും. അവരെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ലോകത്തെ തിന്മയെ ഇല്ലാതാക്കാം. അത് പ്രിയപ്പെട്ടവർ, അത്രമാത്രം ശക്തി നമ്മുടെ ജപമാലയ്ക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാം വായിച്ചിട്ടുള്ള സ്നേഹഗീത എന്ന പുസ്തകത്തിൽ മരിയ വാഴ്ത്തോർത്ത എഴുതി വയ്ക്കുന്ന വലിയൊരു സത്യമുണ്ട്.
പരിശുദ്ധ മാതാവിനെ കുറിച്ച് ഈശോ തന്നെ പറയുന്നൊരു സത്യമുണ്ട്. എൻ്റെ അമ്മയെ ഒരു പിശാചിനും തൊടുവാനായിട്ട് സാധിക്കില്ല, കാരണം അവൾ അത്രമാത്രം കൃപ നിറഞ്ഞവളായിരുന്നു. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമാണ്. സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ, ചന്ദ്രനെ പാദപീഠമാക്കിയ സ്ത്രീ, 12 നക്ഷത്രങ്ങളെ തലയിൽ ശിരസിൽ കിരീടമാക്കിയ സ്ത്രീ, അത്രമാത്രം ശക്തിയുള്ള സ്ത്രീ ഒരു പിശാചിനും തൊടാൻ സാധിക്കില്ല. ഈ അമ്മ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ പിശാചുകളൊക്കെ തിന്മകളൊക്കെ നമ്മിൽ നിന്ന് അകന്നിരിക്കും. ഒരു വലിയ കൃപ ദൈവം നമുക്ക് നൽകട്ടെ.